ാണ് നമ്മളെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദേവകിനോട്. അങ്ങനെ ദേവകി കണ്ണന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ ലഡു ഉണ്ട് പാത്രത്തിൽ ഇങ്ങനെ ഒരു കൊട്ടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓരോരോ ലഡു എടുക്കും, അതൊരു കിണ്ണത്തിൽ പൊട്ടിച്ചു വെക്കും. എന്നിട്ട് അങ്ങനെ ആ ലഡു ഉണ്ട് സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ. അപ്പോൾ ഒരു 10-20 ലഡു ആ പാത്രത്തിൽ ഓൾറെഡി ഉണ്ട്. എന്നിട്ട് ആ ഓരോരോ ലഡു എടുക്കും ഈ പാത്രത്തില് ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കളിമണ്ണോണ്ട് രൂപം ഉണ്ടാക്കണ പോലെ ആ ഉണ്ണിക്കണ്ണൻ മുട്ടുത്തി നിൽക്കണ ഉണ്ണിക്കണ്ണൻ കയ്യില് വെണ്ണ പിടിച്ചിട്ടിരിക്കണ ആ ഒരു മുട്ടുത്തിയിട്ടുള്ള ഒരു പോസ് ഉണ്ടല്ലോ നമുക്ക്, ആ ഒരു രൂപത്തില് അങ്ങനെ ദേവകി ഈ ലഡു പൊട്ടിച്ചിട്ട് ഈ ഉണ്ണീനെ ഉണ്ടാക്കുകയാണ് ആ കിണ്ണത്തില്. അങ്ങനെ അവസാനം ആ 10-20 ലഡു മുഴുവൻ കഴിയാണ് കിണ്ണത്തില്. അപ്പൊ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ എന്താണ് ദേവകി അറിയണില്ല. ദേവകി ഈ രൂപത്തിലേക്ക് മാത്രമാണ് ദേവകിയുടെ കണ്ണ് ഉണ്ണിക്കണ്ണനെ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക്. അപ്പൊ ദേവകി ഇങ്ങനെ നോക്കാണ്ട് ലഡു ഇങ്ങനെ കൈകൊണ്ട് എടുക്കണ്ട്. ഉണ്ണിക്കണ്ണനെ കാല്, കയ്യ്, തല ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ രൂപം പൂർണ്ണമാവുന്ന വരെ ഈ ലഡു എവിടുന്നാന്നറിയില്ല ആ കൊട്ടയില് ഇഷ്ടംപോലെ ലഡു ഇങ്ങനെ വന്ന് വീണ് ഭഗവാന്റെ മായ. ഭഗവാൻ ചെറുക്കിനുണ്ട് ഇപ്പുറത്ത് കിടന്നിട്ട്. അങ്ങനെ ഉണ്ണിക്കണ്ണന്റെ ആ ലഡു കൊണ്ട് ഉണ്ണിക്കണ്ണന്റെ ഒരു രൂപം ദേവകി ഉണ്ടാക്കുകയാണ്.